ഇനി കോട്ടയം ജില്ലയിലേക്കാണ് ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി പറയൂ. ധന്യ, കോട്ടയം ജില്ലയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 70% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ. ഏതാനും സ്ഥലങ്ങളിൽ ഇപ്പോഴും പോളിംഗിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം വോട്ടിംഗ് മെഷീനുകൾ തയ്യാറായ ചില കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ളൊരു ആളുകൾ ക്യൂ നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. അവർക്ക് ഈ സമയം കഴിഞ്ഞതിനാൽ ടോക്കൺ നൽകി കാത്തു നിൽക്കുകയാണ്. പരിപ്പ് പ്രദേശത്തടക്കം ഇത്തരം ചില ബൂത്തുകൾ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മറ്റിടങ്ങളിലൊക്കെയും പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികൾ തിരികെ സ്ട്രോങ് റൂമിലേക്ക് മടക്കാൻ, വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മടക്കുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ നേതൃത്വത്തിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. ജില്ലയിലാകെ സമാധാനപരമായിരുന്നു ഇത്തവണ പോളിംഗ്. ഒരിടത്തും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. പലയിടത്തും പോളിംഗ് മെഷീനുകൾ തകരാറിലായതാണ് ഒരു പ്രതിസന്ധിയായത്. രാവിലെ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് വോട്ടിംഗ് തടസ്സപ്പെടുത്തി. ഏറെ സമയം പലയിടങ്ങളിലും വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ജില്ലയിൽ പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളും വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി വി എൻ വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA, ജോസ് കെ മാണി MP, നടൻ രമേശ് പിഷാരടി, ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബ, ബെസലീസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ എന്നിവരടക്കം ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം 2020 73% ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം. ഇക്കുറിയും അതിനോട് അടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 6 മണിക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം 70% പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമായ കണക്ക് ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും ജില്ലയിൽ പോളിംഗ് മികച്ച രീതിയിൽ ആണ് നടന്നത്. പൊതുവെ സമാധാനപരമായിരുന്നു പോളിംഗ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്നത്. ധന്യ. ശരി ജോസി.